ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അരി വെച്ചിട്ട് നല്ല സൂപ്പർ അരിയുണ്ട ഉണ്ടാക്കിയെടുത്താലോ. പോകാം വീഡിയോയിലേക്ക്. അതിനായി നമ്മൾ കുറച്ച് അരി വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിപ്പം ഇത് വേറെ പാത്രത്തിലോട്ട് മാറ്റിയിട്ട് നമുക്ക് മിക്സിക്കകത്തിട്ട് നടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഇത്രയും വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വേറൊരു പാത്രം അതിലോട്ട് മാറ്റിയിട്ട് നമുക്ക് മിക്സിയുടെ ജാറ് കിട്ടാൻ നമുക്ക് നല്ലപോലെ ഫൈനായിട്ടൊന്നും പൊടിക്കേണ്ട, ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാം. ഓക്കെ, നമ്മൾ കുറേശ്ശെ നമുക്ക് ഈ മിക്സിയുടെ ജാറിനകത്ത് എടുത്തിട്ട് പൊടിച്ചെടുക്കണം. ഫൈനായിട്ടങ്ങ് പൊടിയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് പൊടിഞ്ഞാൽ മതി. ജസ്റ്റല്ല, ചെറിയ തരിയെ കിടന്നാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ വേണം നമുക്കിത് പൊടിച്ചെടുക്കാൻ. ഇതിപ്പോൾ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ദാണ്ട് ഈ പരുവത്തി പൊടിഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ. ഇച്ചിരി തരി കിടക്കണം, എന്നാലും നമുക്കൊരു കട്ടിയായിട്ട് വേണം ഇത് ഉണ്ടാക്കിയെടുക്കാൻ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പൊടിച്ചെടുത്തത്. ഇത്രയും ശർക്കര എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് മെൽറ്റാക്കി എടുക്കണം. അത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. മെൽറ്റാക്കി എടുക്കാം. അപ്പം ശർക്കര മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് അരിച്ച് വേറൊരു പാത്രം അതിലൂടെ ഒഴിച്ചെടുക്കാം. നമുക്കൊന്ന് അതൊക്കെ അരിച്ചൊഴിക്കും. ഒരു പാത്രം അകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് നമുക്കൊന്ന് പാവാക്കി എടുക്കണം. ഒരു സ്പൂൺ ഉപ്പുപൊടി ഇട്ടിട്ടുണ്ട്, അതിനകത്തോട്ട് എടുത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ജീരകപ്പൊടി എന്ന് പറയും. ഒരു 2 സ്പൂണ് ജീരകപ്പൊടി ചേർത്തിട്ടുണ്ട്. പൊടി 2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. നമ്മൾ കുറച്ച് നമ്മൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരാൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി തരണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്കൂടെ കൊടുക്കാൻ വേണ്ടി നമ്മൾ ഇച്ചിരി ഏറെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത് കറക്റ്റ് പാവമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കുറേശ്ശെ നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം. പൊടി ഇട്ട് ഇളക്കി എടുക്കാം. അപ്പം അരിയുണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഈ ഒരു പരുവത്തി കിട്ടിയാൽ മതി ആണ്.